ദിയ ഫാത്തിമയുടെ കുറച്ച് അപ്ഡേറ്റ്സിനെ കുറിച്ച് നമുക്ക് ഇന്ന് സംസാരിക്കാം. നമസ്കാരം. ഇന്ന് ദിയ ഫാത്തിമ മോളുടെ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നത്. അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ജുനൈദ് ഇതിനെ കുറിച്ചിട്ട് അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് വീഡിയോസൊക്കെ റെഗുലറായിട്ട് ചെയ്യാറുണ്ട്. ദിയ മോളെ അധികം താമസിക്കാതെ തന്നെ കിട്ടുമെന്ന പ്രതീക്ഷയോടെയും സന്തോഷത്തോടെയും ആണ് ഇപ്പോൾ എല്ലാവരും. ജുനൈദ് ഈ കേസ് ഏറ്റെടുത്തതോടെയാണ് ഇത് സോഷ്യൽ മീഡിയയിൽ പ്രബലമാവുകയും എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് ശബ്ദിക്കാൻ തുടങ്ങിയ അങ്ങനെയുള്ളൊരു സ്ഥിതിയിലോട്ട് വന്നത്. ജുനൈദാണ് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുന്നത്. ജുനൈദിൻ്റെ ഓരോ വീഡിയോസും കാണാനായിട്ട് ധാരാളം പേർ കാത്തിരിക്കുന്നുണ്ട്. ദിയമോളുടെ കാര്യം ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് തന്നെ ജുനൈദിൻ്റെ വീഡിയോയിൽ നിന്നായിരുന്നു. അപ്പോൾ ഇത് കുറച്ചധികം വർഷങ്ങളായി ഈ സംഭവം നടന്നിരുന്നെങ്കിൽ എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഒരു ദിവസം യാദൃശ്ചികമായിട്ടാണ് ജുനൈദിൻ്റെ തമ്പനയിൽ ഞാൻ കാണാൻ ഇടവരികയും ഈ വീഡിയോ കാണുകയും ഇങ്ങനെ ഒരു സംഭവം അത്യധികം വേദനാജനകമായിട്ടുള്ളൊരു നടന്നതായിട്ട് അറിയാൻ ഇടവരികയും ചെയ്തത്. നമ്മുടെ ദിയമോള് കാണാതായാല് ഏറ്റവും വലിയ പ്രതി ആ എടുത്തു കൊണ്ടുപോയവരെ പോലും എനിക്ക് ദേഷ്യം തോന്നണില്ല. എനിക്ക് ദേഷ്യം തോന്നുന്നത് അന്ന് ഈ കേസ് അന്വേഷിച്ചിരുന്ന ആ പോലീസുകാരെ ഞാൻ പറയില്ല, ആ പോലീസുകാരുടെ ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരാണ് യഥാർത്ഥ പ്രതികൾ. കാരണം അവരുടെ അനാസ്ഥ, ആ പോലീസുകാരുടെ അനാസ്ഥ, ഇരിട്ടി പോലീസ് സ്റ്റേഷനിലെ, കണ്ണൂർ ഇരിട്ടി പോലീസ് സ്റ്റേഷനിലെ ആ പോലീസുകാരുടെ അനാസ്ഥ. അവരന്ന് ചോദ്യം ചെയ്യാൻ പോയത് അവര് ഉറപ്പിച്ച്, കാരണം അവർക്ക് അതങ്ങ് ക്ലോസ് ചെയ്തിട്ട് അവർക്ക് മറ്റുള്ള പരിപാടികൾ ഉണ്ടാവും. കാരണം ആ കുത്തി ഒഴുകുന്ന പുഴയിൽ പോയി എന്ന് പറഞ്ഞിട്ട് ആ കേസ് അങ്ങോട്ട് ക്ലോസ് ചെയ്തത് അവര്. ഇങ്ങനൊരു വേദനാജനകമായിട്ടുള്ള സംഭവം നടന്നത് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ജുനൈദിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ കുറേ അടുത്തറിയാവുന്നവരോടൊക്കെ ഇതിനെക്കുറിച്ചിട്ട് ഞാൻ സംസാരിച്ചപ്പോഴേക്കും അവർക്ക് പലർക്കും ഇങ്ങനെ ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് യാതൊരു അറിവുമില്ലായിരുന്നു. അവരുടെ ആവശ്യപ്രകാരമാണ് ഞാനും ഇതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഷെയർ ചെയ്യാൻ തുടങ്ങിയതും. ലോകമെമ്പാടും ധാരാളം പേർ എനിക്കറിയാവുന്നവരൊക്കെ ഈ സംഭവം കാണാൻ തുടങ്ങുകയും മോളെ എത്രയും വേഗം തിരിച്ചു കിട്ടണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയിൽ എല്ലാവരും കൂടെ ഉൾപ്പെടുകയും ചെയ്തത്. അപ്പോൾ അടുത്തിടെ തന്നെ USA നിന്നും എൻ്റെ ഒരു ഫ്രണ്ട് ലൂയിസ് എന്ന് പറയുന്നൊരു ഫ്രണ്ട് ഫ്ലോറിഡയിൽ ഇതിന് സമാനമായിട്ടുള്ള വളരെയധികം സാമ്യമുള്ളൊരു സംഭവം ഇക്കഴിഞ്ഞ, അതായത് 2024 ജനുവരി 24 ഇതുപോലെയുള്ള ദിയമോളുടെ പോലെ തന്നെയുള്ളൊരു സംഭവം നടന്നതായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എനിക്ക് അയച്ചു തരികയുണ്ടായി. അപ്പോൾ അവർ സ്ഥിരം ദിയമോളുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്. ഇവർക്കൊക്കെ ഭാഷ അറിയില്ലെങ്കിലും അവർക്ക് എല്ലാവർക്കും തന്നെ അത്യധികം ഉത്കണ്ഠയും ആകാംക്ഷയും ഒക്കെയാണ് മോളുടെ കാര്യം അറിയാനായിട്ട്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഇതുമായിട്ട് വളരെയധികം സാമ്യം തോന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇത് അവർ എനിക്ക് അയക്കുന്നത്. അപ്പോൾ ആ വീഡിയോ നമ്മൾക്ക് ആദ്യം ഒന്ന് കണ്ടു നോക്കാം. Does have happy tail over here at these bathrooms, which she only does when she's close to somebody. It's just me. It's me, a female deputy, my dog, and another deputy. You're not in trouble. We just need to talk to you, okay? Make sure you're okay. Look at you. Do you like dogs? Did she give you a kiss? I promise she won't hurt you. I was just saying that so you can get out. That's her reward for finding you. Good girl. Thank you. What a good girl. Thank you. You okay? അപ്പോൾ സംഭവം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും ആ കുഞ്ഞ് ആരുടെ കൂടെയാണ് പോയതെന്നും ആ പോലീസ് നായ കൃത്യമായി തന്നെ ആ കുഞ്ഞ് എവിടെയാണ് എന്ന് കണ്ടെത്തിയതുമൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നടന്ന സംഭവം ഇങ്ങനെയാണ്. അതായത് 2024 ജനുവരി മാസത്തിൽ അതൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. വൈകുന്നേരം ഒരു 8 മണിക്ക് അടുപ്പിച്ചിട്ടാണ് 11 വയസ്സുകാരിയെ കാണാതായതും. അപ്പോൾ പരാതിയെ തുടർന്ന് ആ മോളെ കണ്ടുപിടിക്കാനായിട്ട് തെരച്ചിലൊക്കെ നടക്കുന്നതിന് സഹായിക്കാനായിട്ട് അവിടെ ഡെപ്യൂട്ടി എന്നാണ് പറയുന്നത്. ഡെപ്യൂട്ടിയുടെ പേര് വന്നിട്ട് സാറ ഏണസ്റ്റും അതുപോലെ K9 ഡോഗ് സ്ക്വാഡിൽ തന്നെയുള്ള മേരി ലൂവും അവർ വന്നിട്ട് ലേക്ക് ഡ്രൈവ് എന്ന സ്ഥലമാണ് ഈ സംഭവം നടക്കുന്നത്. 16,000 ബ്ലോക്ക് അത് അവിടെ വെച്ചായിരുന്നു കുട്ടിയെ അയൽക്കാരിയുടെ വീട്ടിലേക്ക് ട്രാക്ക് ചെയ്തിട്ട് ഈ പോലീസ് നായ സ്നിഫർ ഡോഗ് അവിടെ ചെല്ലുന്നതും
യൂണിറ്റുകളൊക്കെ ആ സ്ഥലത്തോട്ട് പോകുമ്പോഴേക്കും അവിടെ ഈ K9 പെട്ട മേരി ലൂവിന് ആ സ്ഥലത്തുള്ള ഒരു പാർക്കിലെ പൂട്ടിയ കുളിമുറിയുടെ വാതിലിനെ കുറിച്ച് അതിന് പ്രതിനിധികളെ അറിയിക്കുവാനും റിപ്പോർട്ടർമാരൊക്കെയും കാണാതായ പെൺകുട്ടിയെ പൂട്ടിയ കുളിമുറിക്കുള്ളിൽ കണ്ടെത്തി വാതിൽ തുറക്കാൻ അവളോട് വിജയകരമായിട്ട് അവളോട് സംസാരിക്കുവാനും സുരക്ഷിതമായി അവളെ കേൾക്കാതെ തന്നെ കണ്ടെത്തുവാനും സാധിച്ചു. അപ്പോൾ അവരുടെ ഈ അസാധാരണമായ കഴിവുകൾ ഉപയോഗിച്ചിട്ട് കാണാതായ 11 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ വിജയകരമായി കണ്ടെത്തി വീട്ടിൽ എത്തിക്കാനായിട്ട് അവർക്ക് സാധിച്ചു. അവരുടെ കുടുംബവുമായിട്ട് കൂട്ടിച്ചേർക്കാനും പറ്റി. അപ്പം ഇതിലും സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ കുഞ്ഞിനെ അയൽക്കാരുടെ അടുക്കൽ നിന്നാണ് കുഞ്ഞ് അവിടെ അകപ്പെടുന്നതും അങ്ങനെയാണ് ആ സ്നിഫർ ഡോഗ് കുഞ്ഞിനെ കണ്ടെത്തുവാൻ ഇടവന്നതും. അപ്പോൾ ഇങ്ങനെയൊരു സംഭവം കണ്ടപ്പോഴേക്കും ഇവർക്ക് വന്നിട്ട് ഇത് നമ്മളുടെ ദിയാമോളുടെ സംഭവമായിട്ട് ഒരുപാട് അവർക്ക് തന്നെ ഒരു സാമ്യം തോന്നുകയുണ്ടായി. അപ്പോൾ അങ്ങനെയാണ് അവർ ഈ സംഭവം എനിക്ക് അയച്ചു തരുന്നത്. അപ്പോൾ കൃത്യസമയത്ത് തന്നെ അവിടുത്തെ പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് കുഞ്ഞിനെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞത്. പോലീസ് നായ വളരെ സമർത്ഥമായും വിദഗ്ധമായും തന്നെ കൃത്യസ്ഥലത്ത് ഈ അധികാരികളെ കൊണ്ട് എത്തിക്കുകയും അതുപോലെ തന്നെ ആ കുഞ്ഞിനെ കണ്ടുപിടിക്കാനായിട്ട് വളരെയധികം സഹായിക്കുകയും ചെയ്തു. ഇതുപോലെ തന്നെ അന്നും ഇതേ ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഞാൻ പറയാതെ അറിയാം. അപ്പോൾ അന്ന് ഒരു പക്ഷേ പോലീസ് കൂടുതൽ അന്വേഷിച്ചിരുന്നാൽ നമ്മൾക്ക് ദിയ മോളെ അന്ന് തന്നെ കണ്ടു കിട്ടാൻ നല്ലൊരു സാധ്യതയും ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നാലും ഇതുപോലെ തന്നെ ഇനിയും നമ്മുടെ പോലീസ് വിചാരിച്ചാൽ നിഷ്പ്രയാസം മോളെ കണ്ടെത്തിയിട്ട് വീണ്ടെടുക്കാനുള്ളതേ ഉള്ളൂ. പിന്നീട് നമ്മളുടെ ജുനൈദിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ അദ്ദേഹം സ്വപ്നങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലപ്പോഴും അത് ഞാൻ കേട്ടിരുന്നെങ്കിൽ എന്താണ് സ്വപ്നം എന്ന് അറിയാനായിട്ട് എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. നിങ്ങളും അത് കേട്ട് കാണുമല്ലോ അല്ലേ? അപ്പോൾ അത് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്വപ്നങ്ങളെക്കുറിച്ചൊക്കെ വിശകലനം ചെയ്യുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരാളോട് ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാനായിട്ട് ഇടവന്നു. ആ ആൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ സ്വപ്നങ്ങൾ പലപ്പോഴും അള്ളാഹുവിൽ നിന്നുള്ള ആശയവിനിമയത്തിനുള്ള മാർഗമായി അല്ലെങ്കിൽ സ്വപ്നക്കാരൻ്റെ ഉപബോധ മനസ്സിനെ പ്രതിഫലനമായി കണക്കാക്കപ്പെടുന്നു. അപ്പോൾ കാണാതായ കുട്ടിയെക്കുറിച്ച് ഒരു സ്വപ്നം മാതാപിതാക്കൾക്കോ കുട്ടികളെ പരിപാലിക്കുന്നവർക്കോ ഏതൊരാൾക്കും തന്നെ വിഷമകരമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും. എങ്കിലും സ്വപ്നങ്ങൾ എല്ലായ്പ്പോഴും അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നില്ല. അവയുടെ അർത്ഥങ്ങൾ പലപ്പോഴും പ്രതീകാത്മകവും രൂപകവുമാണ്. ഇപ്പോൾ ഇസ്ലാമിക പണ്ഡിതന്മാർ അള്ളാഹുവിൽ നിന്നുള്ള മാർഗനിർദ്ദേശം തേടേണ്ടതിൻ്റെ പ്രാധാന്യം ഊന്നി പറയുകയും സ്വപ്നം കാണുന്നയാളിൻ്റെ ജീവിതത്തിൻ്റെയും സാഹചര്യങ്ങളുടെയും പശ്ചാത്തലത്തിൽ സ്വപ്ന സന്ദേശം പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവിക വിശ്വാസത്തിൻ്റെയോ ആത്മീയതയുടെയോ വീക്ഷണകോണിൽ നിന്നും സ്വപ്നങ്ങളെ ദൈവത്തിൽ നിന്നുള്ള നേരിട്ടുള്ള സന്ദേശങ്ങളായി വ്യാഖ്യാനിക്കുന്നതിൽ ഇത് മനസ്സിലാക്കുന്നത് ഉൾപ്പെടുന്നു. അപ്പോൾ സ്വപ്നങ്ങളെക്കുറിച്ചിട്ട് വളരെയധികം വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് പതിവ് പോലെ എല്ലാവരും സ്വപ്നം കാണാത്തവരുമായിട്ട് ആരുമില്ല. അപ്പോൾ അതിനെ തന്നെ പല തലങ്ങളിൽ വന്ന് വിഭജിക്കപ്പെടുകയും അതിന് ഓരോ കോണുകളിൽ നിന്നും അതിൻ്റെ വ്യാഖ്യാനങ്ങൾ കൊടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ചില പ്രത്യേകതരം സാഹചര്യങ്ങളിൽ വരുന്ന സ്വപ്നങ്ങൾ പല ഡീപ്പായിട്ടുള്ള ആഴത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് അന്വേഷിക്കുവാനും അത് കണ്ടെത്തുവാനുമുള്ള ഒരു സൂചനകളായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ഇതിൽ തന്നെ ജുനൈദ് കണ്ട സ്വപ്നത്തെക്കുറിച്ചിട്ട് അദ്ദേഹം ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. നിങ്ങൾ എല്ലാവരും അത് കേട്ട് കാണും. ദൈവത്തിന് സന്ദേശങ്ങളോ മാർഗനിർദ്ദേശങ്ങളോ ഉൾക്കാഴ്ചകളോ ഒക്കെ കൈമാറുന്നതിനുള്ള ഒരു മാർഗമായി സ്വപ്നങ്ങൾക്ക് കഴിയുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ കാണാതായ കുഞ്ഞിനെയും ദൂരെയുള്ള വീടിനെക്കുറിച്ചുമൊക്കെ ഒരു സ്വപ്നം അദ്ദേഹം കണ്ടത് ആ കുഞ്ഞിനെ അവരുടെ കുടുംബവുമായി വീണ്ടും ഒന്നിപ്പിക്കുന്നതിൽ സഹായിക്കുന്നതിനുള്ള ഭാവിയിലെ ഒരു പങ്കോ ഇല്ല ഉത്തരവാദിത്വമോ ദൈവം വെളിപ്പെടുത്തുന്നതായിട്ടാണ് ഇതിൽ മനസ്സിലാക്കപ്പെടുന്ന ഒരു വ്യാഖ്യാനം. സേവനത്തിലേക്കുള്ള വിളി, പ്രത്യേകിച്ച് മറ്റുള്ളവരെ ദുരിതം അനുഭവിക്കുന്നവരോ സഹായം ആവശ്യമുള്ളവരോ ആയവരെ സഹായിക്കുന്നതിൽ നടപടി എടുക്കുന്നതിനോ ഒരു പ്രത്യേക പങ്ക് വഹിക്കുന്നതിനോ ഉള്ള ഒരു ദൈവവിളിയായിട്ട് ഇതിനെ അർത്ഥമാക്കാം. അപ്പോൾ അത്തരം സ്വപ്നങ്ങൾക്ക് ഒരു വ്യക്തിയുടെ ദൈവിക സംരക്ഷണത്തിലുള്ള വിശ്വാസം ശക്തിപ്പെടുത്താൻ കഴിയും. ഓരോ വ്യക്തിക്കും ദൈവത്തിന് ഒരു പദ്ധതിയും ലക്ഷ്യവുമൊക്കെ ഉണ്ടെന്ന് നിർദ്ദേശിക്കുന്നു. അതിൽ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ നല്ല ഫലങ്ങളെ കൊണ്ടുവരാനുള്ള അവസരങ്ങൾ ഈ വ്യക്തികൾക്ക് ലഭിക്കുന്നു.
ഇപ്പോൾ ദൈവിക വിശ്വാസത്തിലൂടെ സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുന്നവർക്ക് പ്രാർത്ഥന, ധ്യാനം അല്ലെങ്കിൽ ആത്മീയ ഉപദേഷ്ടാക്കളുമായിട്ടുള്ള കൂടിയാലോചന എന്നിവയിലൂടെ മാർഗനിർദ്ദേശം തേടുന്നത് സ്വപ്നത്തിൻ്റെ നിർദ്ദിഷ്ട അർത്ഥങ്ങളെയും പ്രത്യാഘാതങ്ങളെയും കുറിച്ച് ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ നൽകുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതായിരുന്നു ഏകദേശം അദ്ദേഹത്തിൽ നിന്നും ഈ വ്യാഖ്യാനം പറഞ്ഞ് ആ പണ്ഡിതനിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈ കാര്യങ്ങളുടെ ഒരു ചുരുക്കി പറയാൻ പറ്റുന്ന രീതിയിലാണ്, എളുപ്പമുള്ള രീതിയിലാണ് അത് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി ഇതിൽ പറയാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജുനൈദിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. അപ്പം ഇതിനെക്കുറിച്ച് മുമ്പ് തന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ചുവെങ്കിലും സമയക്കുറവ് മൂലം തിരക്ക് കൊണ്ട് എനിക്കതിന് സാധിച്ചില്ല. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ആണ് ജുനൈദ് എന്നെക്കുറിച്ച് ആ വീഡിയോയിൽ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്താണെന്നുള്ളത് ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് വാക്കുകൾ ഞാനിവിടെ ഷെയർ ചെയ്യാം. പിന്നെ അതുപോലെ ഡോക്ടർ രാധാകൃഷ്ണമൂർത്തി എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടർ, അപ്പോൾ ഞാനിങ്ങനെ അവരുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ, നമ്മളിങ്ങനെ ദിയ ഫാത്തിമ സെർച്ച് ചെയ്യാൻ എന്തെങ്കിലും അപ്ഡേറ്റോ കാര്യങ്ങളുണ്ടോ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ അവർ ചെന്നൈയിലാണ്, ചെന്നൈയിൽ നിന്ന്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അവർ ഓരോ ദിവസവും ദിയ ഫാത്തിമന്റെ വീഡിയോ ഇങ്ങനെ ചെറിയൊരു വിഷയമാണെങ്കിൽ പോലും അത് അങ്ങനെ ഡെയിലി അപ്ലോഡ് ചെയ്യാം. എനിക്കറിയാം അവരുടെ അടുത്ത് ഒരുപാട് കേസുകളും അവർക്ക് ഒരുപാട് കണ്ടന്റുകളും കിട്ടാത്തതുകൊണ്ടല്ല, ഒരു ബുദ്ധിബന്ധിയായ ഒരു സ്ത്രീയാണ് അവര് എന്ന് ദിയാവളെ ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതാണ് അവർ ചെയ്യുന്നത്. കാരണം നമുക്ക് എന്തെങ്കിലും കേസോ എന്തെങ്കിലും കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു 4 ദിവസം ചർച്ച ചെയ്യും, പിന്നെ അതൊന്നും മറക്കും. എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇതായിട്ട് വന്നു, ദിയ ഫാത്തിമ നിങ്ങളിപ്പോൾ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, നിങ്ങൾ വേറൊരു വിഷയം വരും. അപ്പോൾ അങ്ങനെയാണ് ഇതുവരെ സംഭവിച്ചത്. 10 വർഷം ഞാൻ ചിലപ്പോൾ കുത്തിയാണ് പോക്കും, 2 ദിവസം യൂട്യൂബിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും, പിന്നെ അതാരും അത് ഓർക്കൂല. പക്ഷെ ഇതിപ്പോൾ അൽഹംദുലില്ലാ മാസക്കണക്കിനായി, 1 മാസം കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇന്നും ഓരോ ദിവസം ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളും ഇത് കേട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ തുറന്ന മനസ്സും അതിലേറെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു നിലപാടും വ്യക്തിത്വവും ഒക്കെ ഞാൻ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പ്രത്യേകിച്ചും ജുനൈദിൻ്റെ ചാനലിൽ തന്നെ ഞാൻ മുമ്പ് അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു, ഒന്നും വെളിപ്പെടുത്തേണ്ട കാര്യമില്ല. ഇപ്പോൾ ഈ ഒരു സഹായിക്കുന്ന മനസ്ഥിതി അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം കിട്ടാനായിട്ട് ഇതിലൊരു ഒരു ചെറിയ പങ്കെങ്കിലും എനിക്ക് ഇതിൽ വന്ന് ചേരാനായിട്ടൊരു നിമിത്തമായത് ജുനൈദ് കാരണമാണ്. ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അറിയാൻ ഇടവരാതെ പോകേണ്ട ഒരു കാര്യമായിരുന്നു. ജുനൈദ് കാരണം മാത്രമാണ് എനിക്കിതിനെക്കുറിച്ചൊക്കെ ഒരു അറിവ് വന്നതും ഇതിലൊരു ചെറിയ പങ്കെങ്കിലും വഹിക്കാനായിട്ട് എനിക്ക് സാധിച്ചതും. അപ്പോൾ ഞാൻ ഇത് ആരോടും പറയേണ്ട ഒരു കാര്യങ്ങളും ആരോടും വെളിപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞിട്ട് പോലും ഒന്നും മറച്ചു വയ്ക്കാൻ അദ്ദേഹത്തിന് സാധിക്കാത്ത ഒരു പരിശുദ്ധമായ മനസ്സിൻ്റെ ഉടമയാണ് അദ്ദേഹം എന്ന് എനിക്ക് മനസ്സിലായി. ദിയമോളെ കണ്ടെത്താൻ അള്ളാഹു നിയോഗിച്ച ഒരു ആൾ തന്നെയാണ് അദ്ദേഹം എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ആ മാതാപിതാക്കളുടെ പ്രാർത്ഥന ദൈവം സ്വീകരിച്ച് ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായ ജുനൈദിന് സ്വപ്നരൂപത്തിലൊരു സൂചന കൊടുത്തത് അത് അള്ളാഹുവിൻ്റെ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ദിയമോളെ കിട്ടിയെന്ന സന്തോഷ വാർത്ത കേൾക്കുവാൻ അള്ളാഹു തൗഫീഖ് നൽകണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു.